പ്രാർത്ഥിക്കാം. അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അനുഗ്രഹമായ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാത നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ദേവാലയത്തിൽ ആരാധനയ്ക്ക് ഒരുമിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ ഭവനങ്ങളിൽ ആരാധനയിൽ പങ്കുചേരുവാൻ ദൈവം ചെയ്യുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ ആരാധനയിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുകയും ഞങ്ങളിലായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ ചൈതന്യം അനുഭവിക്കുവാൻ കൃപ ചെയ്യുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആദ്യോടെ അവസാനം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം. ഇന്നും ഞങ്ങൾക്കായി ജീവിക്കുന്ന ഞങ്ങളുടെ വഴിയായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ ഗീതങ്ങളിൽ 202 ഗീതം നമുക്ക് ചേർന്ന് പാടാം. ഗീതം 202. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകലാഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനവും ഉണ്ടാകട്ടെ.
കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന് വലത്തുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, മശിഹായേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളിച്ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനയെ കാക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വഴക്കണമേ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കുവാനും കർത്താവിന്റെ ശരീരങ്ങളെ കൈക്കൊള്ളുവാനും ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാത നിമിഷത്തിൽ നാം ഭവനങ്ങളിലായിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവന്റെ വിശുദ്ധ വഴിയെ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറവീൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ലായിട്ടില്ല അത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടു തന്നിട്ടില്ല. ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. യേശുക്രിസ്തു നിമിത്തം ഞങ്ങളുടെ സകലപാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവിനാ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ തക്ക വാക്യം ഞങ്ങൾക്ക് നൽകണമേ. നിരനാമത്തിന്റെ മഹത്വത്തിനായി ജീവന പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മനസ്സാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരിയുകയും തങ്ങളുടെ സഹോദരി സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകന്യയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മോട് കരുണയുണ്ടായി നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിന്ന് നമ്മെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നമ്മെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവോടുകൂടെയും
നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർപ്പിന് ശേഷം 4-ാം ഞായറിനുള്ള പ്രത്യേക അപേക്ഷ. വഴിയായ ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഞങ്ങളുടെ ദൈവമേ, നിന്റെ പുത്രനായ വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിലൂടെ നിന്നെ തന്നെ വെളിപ്പെടുത്തിയതിന് നന്ദി. ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയിലും സഹോദരങ്ങളോടുള്ള കൂട്ടായ്മയിലും നിന്റെ വെളിച്ചത്തിൽ നടക്കുവാൻ പ്രാപ്തരാക്കണമേ. നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടി ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പഴയ നിയമവേദഭാഗം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ നമുക്ക് ശ്രദ്ധയോടുകൂടി കേൾക്കാം. The first lesson is taken from the book of Exodus, chapter 14, verses 10 to 20. The book of Exodus, chapter 14, beginning to read from verse 10. As Pharaoh approached, the Israelites looked up, and there were the Egyptians marching after them. They were terrified and cried out to the Lord. They said to Moses, "Was it because there were no graves in Egypt that you have brought us to the desert to die? What have you done to us by bringing us out of Egypt? Didn't we say to you in Egypt, 'Leave us alone, let us serve the Egyptians'? It would have been better for us to serve the Egyptians than to die in the desert." Moses answered the people, "Do not be afraid. Stand firm, and you will see the deliverance the Lord will bring you today. The Egyptians you see today will never see again. The Lord will fight for you. You need only to be still." Then the Lord said to Moses, "Why are you crying out to me? Tell the Israelites to move on. Raise your staff and stretch out your hand over the sea to divide the water, so that the Israelites can go through the sea in dry ground. I will harden the hearts of the Egyptians, so that they will go in after them. And I will again gain glory through Pharaoh and all his army, through his chariots and his horsemen. The Egyptians will know that I am the Lord when I gain glory through Pharaoh, his chariots and his horsemen." Then the angel of God, who had been traveling in front of Israel's army, withdrew and went behind them. The pillar of cloud also moved from in front and stood behind them, coming between the armies of Egypt and Israel. Throughout the night, the cloud brought darkness to the one side and light to the other, so neither went near the other all night long. Here ends the first lesson. Thanks be to thee, O God. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള 116-ാം സങ്കീർത്തനം നമുക്ക് ശ്രദ്ധയോടുകൂടി കേൾക്കാം. സങ്കീർത്തനം 116. Psalms 116. I love the Lord, for he heard my voice. He heard my cry for mercy, because he turned his ear to me. I will call on him as long as I live. The cords of death entangled me. The anguish of the grave came over me. I was overcome by distress and sorrow. Then I called on the name of the Lord. Lord, save me. The Lord is gracious and righteous. Our God is full of compassion. The Lord protects the unwary. When I was brought low, he saved me. Return to your rest, my soul, for the Lord has been good to you. For you, Lord, have delivered me from death, my eyes from tears, my feet from stumbling, that I may walk before the Lord in the land of the living. I trusted in the Lord when I said, I am greatly afflicted. In my alarm I said, everyone is a liar. What shall I return to the Lord for all his goodness to me?
I will lift up the cup of salvation and call on the name of the Lord. I will fulfill my vows to the Lord in the presence of all his people. Precious in the sight of the Lord is the death of his faithful servants. Truly I am your servant, Lord. I serve you just as my mother did. You have freed me from my chains. I will sacrifice a thank offering to you and call on the name of the Lord. I will fulfill my vows to the Lord in the presence of all his people, in the courts of the house of the Lord, in your midst, Jerusalem. Praise the Lord. Here ends the Bible reading. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. രണ്ടാം പാഠം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 19-ാം വാക്യം മുതൽ 34-ാം വാക്യം വരെ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം 19 മുതൽ 34 വരെ. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കൽ വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുൻപിൽ നിർത്തി, യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമക്കാരായ നമുക്കും അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചെടുത്തു കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്നു. കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കൊളഞ്ഞു എന്ന് ഊഹിച്ചു. വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാനന്മാരെ, രക്ഷിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ള എല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണവും കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഇവിടെ രണ്ടാം പാഠം വായിച്ച് അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. ഇന്നത്തെ സുവിശേഷ വേദഭാഗം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. The gospel that is decided for today is Gospel according to John chapter 14 verses 1 to 7. Gospel according to John chapter 14 1 to 7. Let not your hearts be troubled. Believe in God, believe also in me. In my Father's house are many rooms. If it were not so, would I have told you that I go to prepare a place for you? And if I go and prepare a place for you, I will come again and will take you to myself, that where I am, you may be also. And you know the way to where I am going. Thomas said to him, Lord, we do not know where you are going. How can we know the way? Jesus said to him, I am the way and the truth and the life. No one comes to the Father except through me. If you had known me, you would have known my Father also.
From now on, you do know him and have seen him. Here ends the gospel reading. Praise be to thee, O Christ. ദൈവവചന ധ്യാനത്തിന് നമ്മെ തന്നെ ഒരുക്കുവാൻ ഇംഗ്ലീഷ് ഹിം 213 നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 213 in English hymn book. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ പ്രഭാത നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ അവരവരുടെ ഭവനങ്ങളിലായിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ദൈവവചനം കേൾക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായും ദൈവത്തിന് സ്തുതി കരേറ്റുന്നു. ദക്ഷിണേന്ത്യ സഭ ഇന്ന് ചിന്തയ്ക്കായി നൽകിയിരിക്കുന്നത് വഴിയായ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ള ചിന്താവിഷയമാണ്. ബിലീവിങ് ഇൻ ക്രൈസ്റ്റ് ദി വേ, വഴിയായ ക്രിസ്തുവിൽ വിശ്വസിക്കുക. 3 വേദഭാഗങ്ങളെ നിങ്ങളുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ 15-16 വാക്യം, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. എന്നാൽ ആ യാത്രയിൽ അവർക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയായി തീർന്നത് ചെങ്കടലിന്റെ അനുഭവമായിരുന്നു. ചെങ്കടൽ തീരത്ത് നിൽക്കുമ്പോൾ യഹോവയായ ദൈവം മോശയോട് പറയുന്ന വാക്കുകളാണ് നാം ഇപ്പോൾ വായിച്ചത്. മുൻപോട്ട് പോകുക എന്നുള്ളത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ പലപ്പോഴും നമ്മൾ ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദവും ഇത് തന്നെയാണ്, മുൻപോട്ട് പോകുക എന്നുള്ളത്. മാർഗം അന്ധകാരമാകുമ്പോൾ, വഴി നമ്മുടെ മുൻപിൽ പ്രതിസന്ധികളായി നിൽക്കുന്ന സമയങ്ങളിൽ
നമ്മുടെ വഴിയായ ദൈവം നമുക്ക് വഴി തുറക്കുന്നതായി നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ പിന്നിൽ ഫറവോയും സൈന്യവും, എന്നാൽ മുൻപിൽ ചെങ്കടലിൻ്റെ അനുഭവത്തിൽ നിൽക്കുമ്പോഴാണ് ദൈവം അവരുടെ മുൻപിൽ ചെങ്കടലിനെ വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തുകൂടി സഞ്ചരിക്കുവാനുള്ള പാത തുറക്കുന്നത്. മോശയുടെ കയ്യിലുള്ള വടി മോശ കടൽമേൽ നീട്ടുമ്പോൾ ഇസ്രായേൽ ജനം ഉണങ്ങിയ നിലത്തുകൂടി സഞ്ചരിച്ചു. നമ്മളോടും ചോദിച്ചാൽ എങ്ങനെയാണ് ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെയും ഉത്തരം എന്ന് പറയുന്നത് മോശ കടലിന്മേൽ കൈനീട്ടി, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് കൈനീട്ടി, ഇസ്രായേൽ ജനം ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. അപ്പോൾ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് 21-ാമത്തെ വാക്യം. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് മോശ തൻ്റെ കയ്യിലിരുന്ന വടികൊണ്ട് കടലിന്മേൽ കൈനീട്ടുകയും ഇസ്രായേൽ ജനം ഉണങ്ങിയ നിലത്തുകൂടി സഞ്ചരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 21-ാം വാക്യം വ്യക്തമായി പറയുന്നു, യഹോവ തലേന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമ്മൾ ഓർത്തിരിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. അദൃശ്യനായ ദൈവത്തിൻ്റെ അനുഭവങ്ങൾ പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം വഴിയാണ്, വഴികാട്ടിയാണ് എന്നുള്ളത് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നാം മറന്നു പോകരുത്. ഈ ഒരു വേദഭാഗത്തെ ഞാൻ ഇവിടെ പൂർത്തീകരിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതിസന്ധിയുടെ അനുഭവത്തിൽ തലേ രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് പിൻവാങ്ങിച്ചുണങ്ങിയ നിലമാക്കി അവരെ ചെങ്കടലിൽ കൂടി വിഭാഗിക്കപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഇടയാക്കിയ ദൈവത്തെ ആണ് ഇന്നും നമ്മളത് മറന്നു പോകരുത്. രണ്ടാമത്തെ വേദഭാഗം നമ്മളൊന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ രണ്ടാം വേദഭാഗമായി നമ്മൾ വായിച്ചു കേട്ടത്. നമുക്കറിയാം, അവിടെ പൗലോസും ശീലാസും അവർ കാരാഗൃഹത്തിലാണ്. 25-ഉം 26-ഉം വാക്യങ്ങൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ജീവിതത്തിന്റെ രണ്ടാമത് ഇവിടെ നമ്മൾ കാണുന്ന ഒന്ന്, ആദ്യത്തെ നമ്മൾ കണ്ടു ചെങ്കടലാകുന്ന പ്രതിസന്ധിയുടെ അനുഭവത്തിൽ വാതിൽ തുറക്കുന്ന ദൈവത്തെ. രണ്ടാമത് ഇവിടെ വ്യക്തമാക്കുന്നത് കാരാഗൃഹത്തിന്റെ അനുഭവത്തിൽ, കഷ്ടതയുടെ അനുഭവത്തിൽ ചങ്ങലകൾ തകർത്ത് വഴിയൊരുക്കുന്ന ദൈവത്തെയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ചും 25, 26 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട വ്യക്തികൾക്ക് ആ ചങ്ങലകളെ തുറക്കപ്പെട്ട് യാത്ര ചെയ്യുവാനായിട്ട് വഴിയൊരുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് സങ്കല്പത്തിൽ പോലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒന്നാണ്.
എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, പൗലോസും ശീലാസും വളരെ സുരക്ഷിതരായി യാത്ര ചെയ്യുവാനായിട്ട് ദൈവം അവരുടെ മുൻപിലുള്ള കഷ്ടതയെ ഇല്ലാതാക്കുവാനായിട്ട് ഒരു ഭൂകമ്പവും ചങ്ങല പൊട്ടുന്ന അനുഭവവും വഴിയൊരുക്കുന്ന ദൈവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ മുൻപിലുള്ള കഷ്ടതകൾ, നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികൾ എന്തു തന്നെയാകട്ടെ, അവിടെ ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പം ആ ദൈവത്തിൽ വിശ്വസിക്കുക, ആ ദൈവമാണ് വഴിയായ ക്രിസ്തു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. മൂന്നാമതായി ഇന്നത്തെ സുവിശേഷ വേദഭാഗം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ യേശു ക്രിസ്തു ഇങ്ങനെ തൻ്റെ ശിഷ്യഗണത്തോട് പറയുന്നുണ്ട്. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. അപ്പോൾ ദൈവമാണ്, ക്രിസ്തുവാണ് വഴി എന്ന് യേശു ക്രിസ്തു ഇവിടെ തൻ്റെ ശിഷ്യന്മാരോട്, പ്രത്യേകിച്ചും തോമസിനോട് പറയുന്ന വേദഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. തോമസ് ചോദിക്കുകയാണ് വഴി. അപ്പോൾ അതിനുത്തരമായി പറയുകയാണ്, ഞാൻ തന്നെയാണ് ദൈവത്തിങ്കിലേക്കുള്ള വഴി എന്ന് ക്രിസ്തു. നമ്മൾ ഈ ഒരു പ്രഭാതത്തിൽ നമ്മുടെ എല്ലാ സോഷ്യൽ ഡിസ്റ്റൻസുകളുടെയും അനുഭവത്തിൽ അതിനെല്ലാം പാലിച്ചുകൊണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ മുൻപിൽ നമ്മളായിരിക്കുന്നത് ക്രിസ്തു വഴിയാണ്, ദൈവത്തിങ്കിലേക്കുള്ള വഴിത്താരയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മൾ ഈ അടുത്ത സമയത്ത് കാൽവരിയുടെ ദിനരാത്രങ്ങളൊക്കെ സഞ്ചരിച്ചതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ക്രിസ്തു ഒരുക്കിയ നിത്യമായ ജീവൻ്റെ അനുഭവമാണ്. ക്രിസ്തു ഒരുക്കിയ ദൈവത്തിങ്കിലേക്കുള്ള വഴിയുടെ അനുഭവങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ നമ്മൾ കാൽവരിയുടെ ദിനരാത്രങ്ങളിൽ, ഈസ്റ്റർ ദിനത്തിലൂടെ, പെസഹ ദുഃഖവെള്ളി ദിനത്തിലൂടെയൊക്കെ നമ്മൾ പങ്കുവച്ചത്. തീർച്ചയായിട്ടും ക്രിസ്തു വഴിയാണെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഞാൻ ഇന്നത്തെ ചിന്തയെ ചുരുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ലോകം മുഴുവനും ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന സമയമാണ്. ഒരു വൈറസ് ലോകത്തെ മുഴുവനും കാർന്നു തന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ സൗഖ്യത്തിൻ്റെ അനുഭവത്തിനും ഒക്കെ ഉണ്ടായേ മതിയാവുകയുള്ളൂ. നമുക്കൊരു വിശ്വാസമുണ്ടാകണം, ദൈവം വൈറസിനെയും അതിജീവിക്കുവാൻ പുതിയൊരു വഴി തുറക്കും എന്നുള്ളത്. ആ ദൈവാനുഭവത്തിൽ ജീവിക്കുവാൻ, സുരക്ഷിതരായി അതാതിടങ്ങളിലിരിക്കുവാൻ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം, നിത്യ വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും സൃഷ്ടിയായ ഏകദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായി ഏകകർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകം മുൻപേ തന്റെ പിതാവിൽ ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യദൈവത്തിന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ, അവനാ സകലവും ഉണ്ടായി. മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിന് കന്യമരുന്ന് അവതരിച്ചു മനുഷ്യനായി തീർന്നു. പെന്തോസ് പിലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവെഴുത്ത് പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട മഹത്വപ്പെടുന്നവനും പ്രവാചകരെ കൊണ്ട് പതിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. കാത്തോലിക അപ്പോസ്തലികമായ ഏകവിശുദ്ധ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകബപ്തിസ്മയെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനത്തിനും വരുവാനുള്ള ലോകത്തിന്റെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടിയവർ
അഡ്രിയാന ക്ലാരി സിംഗ്, ദീനു സാറ കുരുവിള, എലിയാമ സാമുവേൽ, ജോൺ സാമുവേൽ, കൃപ അച്ച തോമസ്, റിഷ എസ്തർ രാജേഷ്, അലൻ ജേക്കബ് ഡെന്നിസ്, റയാൻ കോവൂർ, ഫിലിപ്പ് റജി ജോസഫ്, ടി എം ദേവസ്യ, അരുൺ റോയ് ചാക്കോ, സൂസൻ കെ മാത്യു, ജോർജ് ചെറിയാൻ, വിശാഖ് ജോൺ വിജയൻ, ബെസി ജോൺസൺ, ഇവാൻ ജെ വർഗീസ്, ജോവാൻ അച്ചാമ ജിഗു, വത്സ മാത്യു, ക്രിസ്റ്റീന, മഹിമ അന്ന ജേക്കബ്, സുനിത രാജൻ വർഗീസ്, അമ്മിണി രാജൻ, ആനി ഡേവിഡ്, ജോവാന ജോൺസൺ, ജേക്കബ് എം, ആൻ തോമസ്, ലില്ലി ഡേവിഡ്, ബിജു ജോസഫ്, വത്സമ്മ ബെഞ്ചമിൻ, ബീന മാത്യു, ജോർജ് മാത്യു കോശി, പ്രവീൺ സാം തോമസ്, ജിനു ജോസഫ്, ഡോക്ടർ സ്മിത ജോർജ്, രമ്യ ദാനിയേൽ, ദിയ ജിസ്, റോബി ജെ ദാനിയേൽ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ കമ ജോൺ തൃപ്പൂണിത്തറ ഈസ്റ്റ്, ഗ്രേസ് സദാനന്ദൻ ഗാന്ധി നഗർ, ശാന്ത രാജൻ വൈറ്റ്ല സൗത്ത്, ഉമ്മൻ പി ജോഷുവ വൈറ്റ്ല നോർത്ത്, ഹണി ജെയിംസ് വൈറ്റ്ല നോർത്ത്. റജി കുര്യൻ തൃപ്പൂണിത്തറ ഈസ്റ്റ്, സേതുലക്ഷ്മി എം തൃപ്പൂണിത്തറ വെസ്റ്റ്, എയ്ഡൻ സോളമൻ ലിബി ഗാന്ധി നഗർ. വിവാഹ വാർഷികം മിസ്റ്റർ ഡേവിസ് ജോൺ എൻ ആൻഡ് മിസ്സിസ് സൂസൻ ഡേവിസ്, മിസ്റ്റർ ജോസ് ജോൺ ആൻഡ് മിസ്സിസ് ലിസ ജോസ്, മിസ്റ്റർ ശ്രീനാഥ് രാധാകൃഷ്ണൻ ആൻഡ് മിസ്സിസ് പ്രിയ അന്ന സ്റ്റെഫാനോസ്, മിസ്റ്റർ വിനു വർഗീസ് ആൻഡ് മിസ്സിസ് സൂസൻ വിജു, മിസ്റ്റർ പോത്തൻ എം ചേരിക്കൽ ആൻഡ് മിസ്സിസ് റിബ മോഹൻ. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ മിസ്റ്റർ ആശിഷ് മാത്യു ഫിലിപ്പ് ആൻഡ് മിസ്സിസ് ഡയാന മാത്യു, മിസ്റ്റർ കോശി ജോൺസൺ ആൻഡ് മിസ്സിസ് റിഷ എസ്തർ. ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവസന്നിധിയിൽ തലകളെ വണക്കുവാൻ ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു പ്രത്യേക ഗാനം, ഒരു ചരണം ആലപിക്കുന്നതായിരിക്കും. ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടംപെട്ടിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. പ്രാർത്ഥിക്കാം. വാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, 56-ാം സങ്കീർത്തനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് ഞങ്ങളെ മരണത്തിൽ നിന്നും ഞങ്ങളുടെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ച് ഒരു വർഷം കൂടി പുതുക്കുവാനായിട്ട് അവസരം തന്നതിനായിട്ട് സ്തോത്രം കരേറ്റുന്നു. ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കായിട്ട് സ്തോത്രം. പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ നാൾ വഴികളായി തീരുവാൻ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം നടത്തിയ എല്ലാ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നിന്റെ പ്രിയ മക്കളെയും തിരുസന്നിധി സമർപ്പിക്കുന്നു. നിത്യമായ വിശ്വസ്തതയും
അറ്റുപോകാത്ത സ്നേഹവും അവരുടെ കുടുംബജീവിതത്തിൽ ധാരാളമായി ചൊരിയണമേ. എല്ലാവരുടെ പേരും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. നമ്മുടെ മനസ്സുകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാഗ്രമാക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മനസ്സുകളെയും നമ്മുടെ തലകളെയും ക്രിസ്തു സന്നിധിയിലേക്ക് നമുക്ക് വണക്കാം. എന്നീ സമയം ഒരു വിശുദ്ധ ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതവും നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന സമൂഹവും ഒരു മഹാമാരിയുടെ നിഴലിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെയും നമ്മുടെ ഭവനത്തെയും നമ്മുടെ ചാർച്ചക്കാരെയും ഒക്കെ സ്വർഗീയമായിട്ടൊരു കരുതലിനായി കരുതിയതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ നമുക്ക് സ്തുതിച്ചുകൊണ്ടും അവൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ലിത്താനിയോട് നമുക്ക് ചേർന്ന് പറയാം. മേലിൽ നിന്നുള്ള സമാധാനത്തിനു വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. ലോകസമാധാനത്തിനു വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെ ഐക്യത്തിനു വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിനു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. സഭാമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷക്കാർക്ക് വേണ്ടിയും വിശേഷാൽ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തായിക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പാകുന്ന BN ഫെൻ തിരുമേനിക്ക് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്കു വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കു വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭക്തരോടും കൂടെ തൻ്റെ അന്തമില്ലാത്ത സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമാകുന്ന ദൈവമേ,
ഞങ്ങൾ ചോദിക്കുന്നതിനു മുമ്പേ ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിലുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നതുമില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുൻപാകെ സമർപ്പിപ്പാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സലിവുണ്ടായി ഞങ്ങൾക്കാവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നിരന്തരം വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മെല്ലാവരോടും കൂടി ഇന്നുമെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. അപ്പം നുറുക്കൽ ശുശ്രൂഷയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരി സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാങ്ങളെ അർപ്പിക്കും. ഞാൻ കർത്താവിന് പാടി കീർത്തനം ചെയ്യും. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് 202 ജ്ഞാന കീർത്തനങ്ങളിൽ 202 നമുക്ക് പാടാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രദർശിച്ചു വന്നിരിക്കുന്ന പരിശുദ്ധ പിതാവേ, ക്രിസ്തു മുഖാന്തരമയോഗ്യരായ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. ഞങ്ങളെ നീ കൈക്കൊണ്ട് നിന്റെ നാമമഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന്
താഴ്മയോടുകൂടി ഞങ്ങൾ നിന്നോടപേക്ഷിക്കുന്നു. മുട്ടുകുത്തി നമുക്ക് ചേർന്ന് ചൊല്ലാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ നടുവിന് സന്നിധനായിരുന്നതുപോലെ ഞങ്ങളുടെ മധ്യത്തിലും വന്ന് അപ്പം നുറുക്കുന്ന നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടി ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവോടുകൂടെയും നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവീൻ. ഞങ്ങളവേ കർത്താവിലേക്ക് ഉയർത്തുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് യുക്തവും ന്യായവുമാകും. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങൾ എല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവുമായിട്ട് തന്നെ ക്രിസ്തു മുഖാന്തരം നീ ആകാശവും ഭൂമിയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവദൂതന്മാരോടും പ്രധാന ദൈവദൂതന്മാരോടും സ്വർഗ്ഗത്തിലെ സർവസംഘത്തോടും കൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമെന്ന് ചൊല്ലിയും നിന്റെ മഹത്വമുള്ള നാമത്തെ പുകഴ്ത്തിയും മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും ഒരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങൾ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണം അനുഭവിക്കുവാനും തന്നുവല്ലോ. ക്രിസ്തു ഒരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിന്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്നയാകും വഴിപാടും പ്രതിശാന്തം തേക്കുകയും താൻ വീണ്ടും വരുവോളം തന്റെ വിലയേറെ മനത്തെ കുറിച്ചിലൂടായുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തന്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. ക്രിസ്തു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. താവം കഴിഞ്ഞ ശേഷം അപ്രകാരം തന്നെ ക്രിസ്തു പാനപാത്രവും തൻ്റെ കയ്യിലെടുത്തു, സ്തോത്രം ചൊല്ലി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആമേൻ. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു, നിന്റെ ഉയർപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ കാത്തിരിക്കുന്നു. നിനക്ക് മഹത്വമുണ്ടാകട്ടെ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായി നിന്റെ പുത്രന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും ക്രിസ്തുവിന് മഹത്വമുള്ള പുനരുദ്ധാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും ക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും ക്രിസ്തു കൽപ്പിച്ച പ്രകാരം ക്രിസ്തു വരുവോളം ക്രിസ്തുവിന്റെ ഓർമ്മയ്ക്കായി ദാസരായ ഞങ്ങൾ ഇത് ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കന്നുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനായി ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന അയ്യപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന് കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന് കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിഹ എന്ന തലയാകുന്നവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. ക്രിസ്തു മൂലമായും ക്രിസ്തുവിനോട് കൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് പ്രാർത്ഥിച്ച് ചൊല്ലുന്നത്,
സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ പോലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ അടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷപ്പെടുത്താ ദുഷ്ടം ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമുക്ക് താഴെ വരുന്ന പ്രാർത്ഥന ഏറ്റവും വലിയ വിനയമുള്ള ഹൃദയത്തോടു കൂടി ഏറ്റുചൊല്ലാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പലവിധമായ വലിയതല്ലാതെ ഞങ്ങളുടെ സ്വന്തതയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ മേശയിലേക്ക് വരുവാൻ തുനിയുന്നില്ല. ഞങ്ങൾ നിന്റെ മേശയിൽ നിന്ന് അപ്പുറങ്ങൾ പോലും അനുഭവിപ്പാൻ യോഗ്യതയുള്ളവരല്ല. നീ എപ്പോഴും കണ്ടു ചെയ്യുന്ന സ്വഭാവമുള്ള കർത്താവ് തന്നെ ആകുന്നു. അതുകൊണ്ട് കൂടിയുള്ള കർത്താവെ ഞങ്ങളുടെ പാപശരീരം ആത്മാക്കളും നിന്റെ ശുദ്ധനായ യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ശരീരത്താലും രക്തത്താലും ശുദ്ധീകരിക്കപ്പെടുവാനും ഞങ്ങൾ അവനിലും അവൻ ഞങ്ങളിലും എപ്പോഴും വസിക്കുവാനും ഞങ്ങൾ അവന് മാംസം ഭക്ഷിക്കുകയും അവൻ രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ലോകത്തിന്റെ പാപത്തെ ദൈവത്തിന്റെ കുഞ്ഞാലെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ജീവന്റെ അപ്പമാകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം, സത്യമന്ത്രിവള്ളിയായ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ തിരുരക്തം, കാൽവരിയിൽ നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട ചിന്തപ്പെട്ട ശരീരരക്തങ്ങൾ വിശുദ്ധ മേശയിലൂടെ നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മളെ ശാരീരികമായും മാനസികമായും സൗഖ്യവും നിത്യജീവൻ്റെ അനുഭവം കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. ആമീൻ. ഇപ്പോൾ ഗായക സംഘം 423 കീർത്തനം പാടുന്നതായിരിക്കും. കീർത്തനം 423. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സാക്രമെന്ത് വിശ്വാസത്താൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഈ വിശുദ്ധ മർമ്മങ്ങൾ ക്രമമായി കൈക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ
നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായുടെ വിലയേറിയ ശരീരവും രക്തവുമാകുന്ന ആത്മാഹാരം കൊണ്ട് പോഷിപ്പിക്കുവാൻ നിനക്ക് ഇഷ്ടം തോന്നിയിരിക്കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അതിനാൽ ഞങ്ങളിലേക്ക് നിനക്കുള്ള കൃപയെയും നന്മയെയും കുറിച്ച് നീ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ സകലവിശ്വാസികളുടെയും അനുഗ്രഹിക്കപ്പെട്ട കൂട്ടമായി നിന്റെ പുത്രന്റെ ജ്ഞാനശരീരത്തിലേക്ക് ചേർക്കപ്പെട്ട സാക്ഷാൽ അവയവങ്ങളാകുന്നുവല്ലോ. നിന്റെ ഇഷ്ടപുത്രന്റെ മഹാവിലയേറിയ മരണത്തിന്റെയും കഷ്ടപ്പാടിന്റെയും പുണ്യങ്ങൾ മൂലം ആശയാൽ ഞങ്ങൾ നിന്റെ നിത്യരാജ്യത്തിന് അവകാശികളുമാകുന്നു. ഈ നിശ്ചയം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവേ, ഇവിടെ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ആത്മാക്കളും ശരീരവും വിവേകവും വിശുദ്ധിയും ജീവനുള്ള യാഗമായി നിനക്ക് സമർപ്പിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, ആ വിശുദ്ധ കൂട്ടായ്മയെ ഞങ്ങൾ നിലനിൽക്കുവാനായിട്ടും ഞങ്ങൾ ചെയ്യേണ്ടതിനായി നീ ഒരുക്കിയിരിക്കുന്ന സകല ക്രിയകളെയും പ്രവർത്തിക്കുവാനായിട്ടും നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ സകല ബഹുമാനവും മഹത്വവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമീൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടി കർത്താവിന്റെ ആശീർവാദം സ്വീകരിപ്പിൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആരാധനയ്ക്ക് അവസാനമായി 261 ജ്ഞാന കീർത്തനം 261. നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവോടുകൂടിയും നമുക്ക് സമാധാനത്തോടുകൂടി നമ്മുടെ ഭവനങ്ങളിലായിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.